സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ഇന്റഗ്രൽസിലെ വോളിയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസുമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഡെഫിനിഷൻ നോക്കാം. എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ. അപ്പൊ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരുന്ന ഒരു കർവ് ആയിരിക്കും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ രണ്ട് വേരിയബിൾ ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഈ പറയുന്ന ഈ ഒരു രീതിയിൽ ഒരു പിരമിഡ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്താകും? അതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആകും. അത് രണ്ട് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണ്. അങ്ങനത്തെ രണ്ട് വേരിയബിളിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫംഗ്ഷൻ ഒരു 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ ഫിഗർ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ഫിഗറിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിക്കുന്നത്. സോ വോളിയത്തിന്റെ ഇക്വേഷൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആണ്. അപ്പൊ ഈ ആർ എന്താണ് എന്ന് കൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതിന്റെ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴും മറന്നു പോകത്തില്ല. ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റീജിയൻ, ഈ താഴ്ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു നിഴൽ എന്ന് വേണം നിങ്ങൾ ആലോചിക്കാൻ. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ എന്ത് നിഴലാണ് ഉണ്ടാകുന്നത്, ആ ഒരു റീജിയൻ ആണ് ഇവിടത്തെ ആർ എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ ഈ ഡെഫിനിഷൻ ചോദിക്കത്തില്ല, ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. യൂസ് എ ഡബിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ് ദാറ്റ് ഈസ് ബൗണ്ടഡ് എബവ് ബൈ ദി പ്ലെയിൻ z ഈക്വൽ ടു 4 മൈനസ് എക്സ് മൈനസ് വൈ ആൻഡ് ബിലോ ബൈ ദി റെക്ടാംഗിൾ r ഈക്വൽ ടു 0 1 ക്രോസ് 0 2. അപ്പോ ബിലോ ബൈ ദി റെക്ടാംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് റീജിയൻ. പിന്നെ നമ്മൾ റീജിയനെ പറ്റി പ്രത്യേകം ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ഇപ്പോൾ സ്വന്തമായിട്ട് വരയ്ക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞൊരു ഐഡിയ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ആവശ്യം വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഈ പറയുന്ന റീജിയൻ താഴ്ഭാഗത്ത് ഉണ്ടാക്കുന്ന നിഴൽ എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ സ്ലോപ്പിംഗ് സർഫസ് ആണ്, നമുക്ക് അറിയാം അല്ലെ, സ്ലോപ്പിംഗ് സർഫസ് ആണ്. പക്ഷെ മുകളിൽ താഴോട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിഴൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എത്ര ചരിഞ്ഞ സർഫസ് ആണെങ്കിലും നിഴൽ എപ്പോഴും എന്തായിരിക്കും? ഒരു റെക്ടാങ്കുലർ സർഫസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ആ റെക്ടാങ്കിൾ ആണ് നമ്മുടെ റീജിയൻ. ആ റെക്ടാങ്കിളിന്റെ ഇതാണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നോക്കിയേ, വോളിയം വി ഈസ് ഈക്വൽ ടു, എന്നാലും നിങ്ങൾ ആ നിഴൽ ഒന്ന് ഓർത്ത് വെച്ചോളണേ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 4 മൈനസ് എക്സ് മൈനസ് വൈ എന്താണ്? ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഇസഡ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, ആ ഇസഡിനെ വേണം നമ്മൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അത്രയും ഡി എ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഈ 0 1 ക്രോസ് 0 2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം കൊടുത്തിരിക്കുന്ന 0 1 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിന്റെ ലിമിറ്റ് ആണ്. അപ്പൊ 0 മുതൽ 1 വരെ. വൈ കോർഡിനേറ്റിന്റെ ലിമിറ്റ് ആണ് 0 മുതൽ 2 വരെ. ആ ഒരു ഇക്വേഷൻ ഞാൻ അതുപോലെ എഴുതി. 4 മൈനസ് എക്സ് മൈനസ് വൈ. രണ്ടാമത് എഴുതിയത് ഏതാണ്? വൈയുടെ അല്ലേ? അപ്പൊ അത് ആദ്യം എഴുതണം, എന്നാലല്ലേ ഈ ഇന്റഗ്രേഷൻ ഈ ഡി വൈ. അടുത്ത പുറത്തെ ഇന്റഗ്രേഷന് പുറത്ത് ഡി എക്സ്, അത് എക്സിന്റെ ലിമിറ്റ് ആയതുകൊണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 4y മൈനസ് എക്സ് കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ മൈനസ് വൈയുടെ ഇന്റഗ്രൽ എന്താണ്? വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫ്രം 0 to 2 dx. നമ്മൾ ഓൾറെഡി പഠിച്ചതാണത് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1. നമ്മൾ എന്ത് ചെയ്യും? അപ്പർ ലിമിറ്റ് ആയ 2 കൊടുക്കും. 4 into 2 എത്ര? 8 മൈനസ് വൈ, അപ്പൊ 2 ആണ്. 2 into എക്സ് 2x മൈനസ് 2 സ്ക്വയർ. വൈക്ക് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ ബൈ 2. 2 സ്ക്വയർ 4 ആണ്. 4/2 എന്ത് കിട്ടും? 2 കിട്ടും. ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ 4 into 0 എക്സ് into 0 വൈ സ്ക്വയർ. അവിടെ 0 കൊടുക്കുമ്പോൾ ഇതെല്ലാം 0 ആയി പോകും. അപ്പൊ നമ്മളത് എഴുതണ്ട. ഓക്കെ, അപ്പൊ അത്രയും dx എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 2 എത്രയാണ്? 6 അല്ലേ? അപ്പൊ ഇന്റഗ്രൽ 0 to 1 6 മൈനസ് 2x dx എന്ന് വരും. ഇനി ഞാൻ 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. 6ന്റെ ഇന്റഗ്രൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു dx ചെയ്യുമ്പോൾ 6ന്റെ ഇന്റഗ്രൽ 6x ആണ് മൈനസ് 2x. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ 2x സ്ക്വയർ ബൈ 2. ഈ 2ഉം ക്യാൻസൽ ആയി പോയി. എവിടെ മുതൽ എവിടെ വരെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം? 0 മുതൽ 1 വരെ അല്ലെ. അപ്പർ ലിമിറ്റ് ആയ 1 കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 1 6 ആണ് മൈനസ് 1 സ്ക്വയർ 1 ആണ്. ഇനി ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ ഇതും 0 ആയി പോയി, ഇതും 0 ആയി പോയി. സോ ഫൈനൽ ആൻസർ എന്താണ്? 6 മൈനസ് 1 5 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വോളിയം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എത്ര മാർക്കിന് ചോദിക്കും? 4 മാർക്കിന് ചോദിക്കും കേട്ടോ. പഠിച്ചു വെച്ചോളെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ നെക്സ്റ്റ് നമുക്ക് വോളിയത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കാം. ഡബിൾ ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. വളരെ എളുപ്പമാണ്, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. കോൺസ്റ്റന്റിന്റെ ഒരു ഫംഗ്ഷൻ ഡബിൾ ഇന്റഗ്രൽ എടുക്കുന്നതും കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും സെയിം ആണ്. ആഡ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് എടുക്കുന്നതും അല്ലെങ്കിൽ ഇന്റഗ്രൽ എടുത്തിട്ട് ആഡ് ചെയ്യുന്നതും സെയിം ആണ്. സബ്ട്രാക്ഷനും അതേ കണക്ക് തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സിംഗിൾ ഇന്റഗ്രലിൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. നോക്കിയേ, ഇന്റഗ്രൽ 1 to 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണെന്ന് അറിയാമോ? ഇന്റഗ്രൽ 1 to 2 എഫ് ഓഫ് എക്സും പ്ലസ് ഇന്റഗ്രൽ 2 to 4 എഫ് ഓഫ് എക്സ്, അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1 to 3, 3 to 4 എന്നോ 1 to 2, 1 to 1.5, 1.5 to 4 എന്നോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഡബിൾ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നോക്കി, ഇതൊരു വലിയ റീജിയൻ R ആണ്. ആ R എന്ന് പറയുന്ന റീജിയന് രണ്ടായിട്ട് ചെറുതാക്കാൻ പറ്റും. R1 ഉം R2 ആണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ R1 പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ R2 ചെയ്താൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ R കിട്ടും. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ്. ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതാൻ പറഞ്ഞാൽ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ എഴുതാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ്. അധികം ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. എന്നാലും പഠിക്കുന്നെങ്കിൽ നോക്കി വെച്ചേക്ക്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറയും. അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ 2 മാർക്കിന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.